അങ്ങനെ നമ്മുടെ ഒരു വിഷു കൂടെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ഇത് വിഷു കഴിഞ്ഞിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. അപ്പം നമ്മൾ തലേ ദിവസം തന്നെ പടക്കവും പൂത്തിരിയും വിഷുചക്രവും എല്ലാം കത്തിക്കുകയാണ്. കുക്കുവിന് പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അകത്ത് ഭയങ്കര കരച്ചിലായിരുന്നു, അവൾ ഒറ്റയ്ക്ക് നിൽക്കല്ലേ കരുതിയിട്ട്. അപ്പോൾ ഞങ്ങളെ കൂടെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുകയാണ്. കുട്ടു ഭയങ്കര ത്രില്ലിലാണ് പൂത്തിരി കത്തിക്കുന്നതിൻ്റെ. അപ്പോൾ അനിയന്മാരും പാപ്പനും എല്ലാവരും കൂടിയിട്ട് നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്നു. ഇവിടെ ഭയങ്കര ബഹളം മേളാണ് അവരുടെ കേട്ടോ. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടിയിട്ട് മത്സരമായിരുന്നു, ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും കൂടിയിട്ട്. ഇതിൻ്റെയൊക്കെ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ചെവി അങ്ങനെ അലക്കിട്ടോ. ചെവി ആകെ പൊട്ടിപ്പോയൊരവസ്ഥയായിരുന്നു, ഒന്നും കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ. ഭയങ്കര ആർമാദമാണ് കേട്ടോ വഴി കാണിക്കുന്നത്. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടിയിട്ട് കമ്പനി അടിച്ചിട്ട് പാപ്പൻ പൂത്തിരി കത്തിച്ചിട്ട് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു പാപ്പൻ കാണിച്ചു കൂട്ടുന്നത്. എല്ലാവരും കൂടുന്നത് ഭയങ്കര രസം തന്നെയല്ലേ. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അത് ഞങ്ങൾ അതിനിടയ്ക്ക് കണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ കൂടി പിരിഞ്ഞു പോയി. എന്നാലും അവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആഹ്ലാദ പ്രകടനങ്ങൾ. അവരവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് നേരം വെളുത്തു, കണി കാണുന്ന സമയമായി. നമ്മുടെ കുക്കുപ്പെണ്ണിനെ കണി കാണിക്കേണ്ട സമയമായിട്ടോ. അവളേനെ അങ്ങനെ ഏട്ടൻ കണ്ണ് ചിമ്മി കൊണ്ടുവരികയാണ്. കുറച്ച് കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ, ഉറക്കത്തിൻ്റെ ഇതാണ്. എന്നാലും സാരല്ലേ, അവളെ എല്ലാ തവണയും നമ്മൾ അവളെ കിട്ടിയത് മുതലൊക്കെ ഇങ്ങനെ കണി കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കുക്കു കണി കണ്ടു. ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് കുറേ നേരം അവൾ അവിടെയൊക്കെ ഒന്ന് പോയി കളിക്കുകയൊക്കെ ചെയ്തിട്ട് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ നമ്മുടെ വിഷുക്കണി. ചെറിയ രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അമ്മയും ഉണ്ണിമോളൊന്നും ഇവിടെ ഇല്ല, അവർ മംഗലാപുരത്താണോ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ അവരൊന്നും ഇല്ലാത്തൊരു വിഷുവാണ്. നമുക്കത് ഭയങ്കരമായിട്ട് അവരൊക്കെ മിസ് ചെയ്യണു. എപ്പോഴും ഞങ്ങൾ പടക്കം ഇതൊക്കെ പൊട്ടിക്കുമ്പോൾ തന്നെ ഉണ്ണിമോൾ അവിടെ പടക്കം പൊട്ടിച്ച് അതിന് ശേഷം ഇങ്ങോട്ട് വന്ന് പൂത്തിരി കത്തിക്കലും അങ്ങനെയൊക്കെയാണ്. അവൾ വരുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. എന്നാലും നമുക്ക് സന്തോഷമാണ്, നമ്മുടെ കുഞ്ഞിക്കണ്ണ ഉണ്ടല്ലോ അവരുടെ കൂടെ. ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഐശ്വര്യപൂർണ്ണമായ ദിവസങ്ങളാവട്ടെ എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് പോകാൻ പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കുട്ടിച്ചാത്തങ്കാവിലേക്ക് രാവിലെ തൊഴുത് വരാമെന്ന് കരുതി. നമ്മുടെ കുട്ടു ഏട്ടനും ഞാനും കൂടിയിട്ട് അമ്പലത്തിലെത്തി പ്രാർത്ഥിച്ചു. ഇവർ അമ്പലത്തിൽ എല്ലാവരും ഒരുമിച്ച് തലേ ദിവസം കണി ഒരുക്കാറുണ്ട്. ആ കണി ഒരുക്കൽ കഴിഞ്ഞിട്ടാണ് ഏട്ടൻ വീട്ടിൽ വന്നിട്ട് പിന്നെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ കണി വെച്ചത് ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ തൊഴുത് പ്രാർത്ഥിച്ച് പ്രദക്ഷിണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് അവർ കൈനീട്ടം തരാറുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൈനീട്ടമൊക്കെ വാങ്ങിയിട്ട് കുറച്ച് നേരം അമ്പലത്തിൽ ഇരിക്കാമെന്ന് കരുതി ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഉഷ ചേച്ചി തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു. ഉഷ ചേച്ചി കുറേ നേരം ഞാനടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത് കൈനീട്ടമൊക്കെ വാങ്ങിയിട്ട് കുട്ടുവിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മാമൻ വന്നു. ഇതാണ് നമ്മുടെ മാമൻ, പ്രീതമ്മയുടെ മാമൻ. ഞാൻ അങ്ങനെ വിളിക്കാറ് കേട്ടോ മാമനെ. മാമെന്ന് വിളിക്കും, പക്ഷെ പറയുമ്പോൾ പ്രീതമ്മയുടെ മാമന് പറയും. മാമൻ വീഡിയോ കണ്ടിട്ട് എപ്പോഴും എന്നോട് ഞാൻ ഈ ടോ എന്ന് പറയുന്നത് മാറ്റണം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. നമ്മുടെ പിള്ളേരെല്ലാവരും ഇവിടെ ഉണ്ട്. അവർ ഒരു റൗണ്ട് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. കുറേ അമ്പലങ്ങളൊക്കെ പോയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വൈബാണ്. നമ്മുടെ അനിയന്മാരാണ്, സ്വന്തം അനിയന്മാരാണ്. ഭയങ്കര രസമാണ് അവരുടെ കൂടെ ഇരുന്നിട്ട് സമയം ചിലവഴിക്കാനൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ ഞാനും കുട്ടും ഏട്ടനും കൂടിയിട്ട് വൈകിട്ട് ഒരു 4:30 കൂടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രമേ വൈകിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മായിയും കുട്ടികളും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അവർ ഇവിടെ തന്നെ പഠിക്കൽ തന്നെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ കൂടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഈ ഒരു സമയം എൻജോയ് ചെയ്തു കേട്ടോ. അതിനിടയ്ക്ക് ബാലമാമ ഇരിക്കുന്നുണ്ട്. ബാലമാമൻ ഭയങ്കര ഹാപ്പിയാണ്, എന്തൊക്കെയേ ഇരുന്ന് പറയുന്നുണ്ട്. ഞങ്ങളേനെ എങ്ങനെ കളിപ്പിക്കാന്ന് വെച്ചാൽ ബാലമാമന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ മാമന് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് അമ്മായി വന്നിട്ടുണ്ടായിരുന്നില്ല. മാമൻ കുട്ടീനെ ആക്കിയിട്ട് മാമൻ തിരിച്ചു പോവുക ചെയ്തു. അപ്പോൾ ഞങ്ങൾ പാടത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് കരുതി. വൈകുന്നേരം ഈ ഒരു പാടത്തിറങ്ങൽ പതിവാണ് ഞങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പാടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല പയർ കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജയേട്ടൻ. കുറച്ചും കൂടി ആയ നമ്മളിവിടുന്ന് പയറൊക്കെ വാങ്ങിക്കാറുണ്ട്, നമുക്ക് തരാറൊക്കെ ഉണ്ട് കേട്ടോ അവർ. ഇങ്ങനെയാണ് നമ്മുടെ ഏരിയ കേട്ടോ. നല്ല രസമാണ്. പാടവും കുളവും ഒക്കെ ആയിട്ട് അവിടെ ഒരു ഓറഞ്ച് കളർ കാണുന്നില്ലേ? ഈ പാടത്തുനിന്ന് അങ്ങനെ ആ ഓറഞ്ച് കളർ കാണുന്നതാണ് നമ്മുടെ വീട്. ഇത് നമ്മുടെ കുളമാണ്. കുളത്തിൽ ഇപ്പോൾ ആകെ പായൽ പിടിച്ചിട്ട് നശിച്ചു പോയിട്ടോ. ഇനി പിന്നെ നേരാക്കുന്നുണ്ടായിരിക്കും എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്, നമുക്കറിയില്ല. നല്ല മഴയും വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് കുളിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇരുന്നു. നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. കുട്ടൂനാണെങ്കിൽ കുളത്ത് പോയപ്പോൾ വേഗം പോവുക എന്നുള്ള പരാതിയായിരുന്നു. കാരണം ഇവിടെ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ പോവാനാ. അപ്പോൾ പിന്നെ തുടങ്ങിയില്ലേ വന്നപ്പോൾ ഈ ഒരു അംഗം എല്ലാവരും കൂടി പൂത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലും ഒക്കെ ആയിട്ട് അങ്ങനൊരു ബഹളം തന്നെയായിരുന്നു.
ഇവിടുത്തതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് തറവാട്ടിലേക്ക് കയറി. ഇതന്നെ പരിപാടി കേട്ടോ. പൂത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലും ഒക്കെ കൂടിയായിട്ട് വിഷു അങ്ങോട്ട് കെങ്കേമാക്കി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട്. എന്നാലും കുറേ എണ്ണത്തിൻ്റെ മിസ്സിങ് ഉണ്ട് കേട്ടോ. പലരും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ ഉള്ളവർ വെച്ചിട്ട് നന്നായി ആർമതിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പം നമ്മുടെ ആഷിക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കുലുക്കി സർബത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആഷിക്കാണ് കേട്ടോ അത് ഇരിക്കുന്നത്. അവൻ ഞങ്ങളുടെ കൂടെ എല്ലാ ബഹളം കേട്ടപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. പിന്നെ ഈ ഒരു ബഹളം തന്നെ ആയിരുന്നു കുറച്ച് നേരം. പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. തറവാട്ട് പോയപ്പോൾ 11 മണിക്ക് ഇവർ കിടന്നുറങ്ങാൻ കേട്ടോ, കൂളിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഉണ്ണിയോടിച്ചൻ പറയുന്നുണ്ട് ഇവർ നീട്ടിട്ടില്ല വീണ്ടും കിടന്നുറങ്ങാണെന്ന്. അപ്പോൾ ഞങ്ങൾ അവരുടെ വായിൽ ഉപ്പിടാന്ന് കരുതി ഞാനും വർഷം കൂടി പ്ലാൻ ചെയ്തിട്ട് ഉപ്പിട്ടു. എന്നാലും 2 എണ്ണത്തിന് നീക്കാൻ പറ്റണില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് ഞങ്ങൾ അവരെ നീക്കണ വരെ അങ്ങനെ ചെയ്തു. എന്താ എല്ലാവരും ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പിന്നെ അവർ മാത്രം നീക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ അവരെ 2 നീപ്പിച്ചു കേട്ടോ. വർഷമുള്ള സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. നല്ല നാടൻ രീതിക്ക് അടുപ്പിൽ തന്നെയാണ് അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വിഷുവിൻ്റെ പിറ്റേ ദിവസം എൻ്റെ പിറന്നാളാണേ എന്ന് പറഞ്ഞിട്ട് വർഷമോള് നടക്കുമായിരുന്നു. അങ്ങനെ അവൾക്കൊരു പണി കൊടുക്കാമെന്ന് കരുതി. എല്ലാ തവണയും അവൾക്ക് അങ്ങനെ ഒരു പണി കിട്ടാറുണ്ട്. ഈ സ്കൂൾ പൂട്ടിയ സമയമായതുകൊണ്ട് തന്നെ അവൾക്ക് എപ്പോഴും ഇവിടെ വരുമ്പോഴാണ് പിറന്നാൾ ഉണ്ടാവാറ്. അപ്പം ഞങ്ങൾ എന്തായാലും പണി കൊടുക്കാമെന്ന് കരുതി. അവൾക്കൊരു സോപ്പും, അതായത് നമ്മൾ കുളിച്ച് തേഞ്ഞു പോയൊരു സോപ്പും കുറച്ച് ഉമിക്കരി, അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ലെറ്ററും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ അവിടെ പോയിരുന്നു. ഞാൻ അവളെയും കൂട്ടിയിട്ട് തറവാട്ടിൽ പോയിരിക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇവർ ഗിഫ്റ്റ് കൊണ്ടുവരികയാണ് പറഞ്ഞിട്ട് വർഷയ്ക്ക് ഗിഫ്റ്റ് കൊണ്ടുവരികയാണ്. വർഷമാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. പല കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ് ഭയങ്കര തമാശയൊക്കെ ആയിട്ട് അവളുടെ മൈൻഡ് മാറണല്ലോ, ഇവർ വരണത് അറിയരുതല്ലോ വെച്ചിട്ട്. പിന്നെ അവൾ കണ്ടു കേട്ടോ ഇവർ വരണത്. അപ്പോൾ എന്താ ഏതാണെന്ന് അറിയായിട്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ ഒരു പെട്ടി കണ്ടപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് അവൾ ഓപ്പൺ ചെയ്യാമെന്ന് കരുതി. എപ്പോഴും അവൾക്ക് ഇങ്ങനെ ഓരോ പണി കിട്ടും. എന്നാലും അവൾക്ക് പടിയൊന്നുമില്ല. ഞങ്ങൾ അത്രയും വിശ്വസിച്ചിട്ട് അവൾ നടക്കും ചെയ്യും കേട്ടോ. ഷിയാസിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് ആ പൂക്കളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. മൊത്തം ഷിയാസന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെ സൂത്രധാരൻ തന്നെ പറയാം. അവന് ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു അടുത്തർക്ക് പണി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അവൾ ഓരോ പെട്ടി തുറക്കുന്നുണ്ട്. എന്നാലും അവൾക്ക് പേടിയുണ്ട് ഞങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുക എന്നുള്ളത്. ഇതിപ്പോൾ പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ngീ എന്നൊക്കെ പറഞ്ഞ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുറേ ബോക്സുകളാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ബോക്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് അവൾ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷെ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു പൊതി കണ്ടപ്പോൾ വിചാരിച്ചു അവൾ എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നത്. അതിലും ഇല്ല കേട്ടോ. അവൻ പറഞ്ഞു ഈ ഒരു പൊതി കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് വല്ല പെറ്റിക്കോട്ടാന്ന് കരുതിയിട്ടുണ്ടാവും അവൾ ഓപ്പൺ ചെയ്യുന്നതൊക്കെ. ശരിക്കും അവൾ അതിൽ തന്നെ എന്തൊക്കെ ഉണ്ട് എന്നുള്ള രീതിക്ക് തന്നെയാണ് അവളത് ഓപ്പൺ ചെയ്തത്. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കലപ്പില ബഹളമായതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ഭയങ്കര ബഹളമായിരുന്നു അവിടെ. അതിൻ്റെ ഇടയ്ക്ക് ഫോണൊക്കെ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഫൈനലി നമുക്ക് ആ ഒരു പെട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഇതിങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും വായിക്കാൻ അവൾക്ക് സമയമില്ല കേട്ടോ. അങ്ങനെ കടിച്ചു പിടിച്ച് തുറന്ന പോലെ തുറക്കുന്നുണ്ട് അവൾ. അപ്പോൾ കുട്ടു അതൊക്കെ എടുത്ത് മടിയിലേക്ക് വയ്ക്കും പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് എന്താ വെച്ചാൽ ഇത് പൊട്ടു എന്നുള്ള പേടിയാണ്. അപ്പോൾ അവളത് ഓപ്പൺ ചെയ്തു കേട്ടോ. ഇങ്ങനെ ഒരു അൺബോക്സിങ് അവളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. അങ്ങനെ അവൾ അത് ഓപ്പൺ ചെയ്തു. അപ്പോൾ അവളോട് ലെറ്റർ എടുത്ത് വായിക്കാൻ പറയുന്നുണ്ട്. അതൊന്നും അവൾക്ക് കേൾക്കാൻ തന്നെ വയ്യ കേട്ടോ. അവളപ്പോൾ ആ പേര് കണ്ടു കേട്ടോ. എന്നാലും അത് അവൾക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. അപ്പോൾ ലെറ്റർ എടുക്കാൻ പറഞ്ഞു. ആദ്യം അത് ഓപ്പൺ ചെയ്തു. ഞങ്ങൾ പ്രാങ്ക് പൊളിഞ്ഞു വിചാരിച്ചു. അവൾ ആ സോപ്പൊന്നും കണ്ടിട്ടേ ഇല്ല. അത് വായിക്കാൻ തുടങ്ങുമ്പോൾ അവൾക്കൊരു കോൾ വന്നിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ മൂഡ് അങ്ങോട്ട് പോയി എന്ന് പറയാലോ. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ആ ഒരു കോൾ വന്നപ്പോൾ ഞങ്ങൾക്ക് മൂഡ് പോയി. അത് വായിച്ചപ്പോഴേ അവളുടെ കിളി പോയി. അമ്മ അവരെന്നെ പറ്റിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായിനെ വിളിച്ചിട്ട് അമ്മായി അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാലും അവൾക്ക് അങ്ങോട്ട് തുടങ്ങിയില്ല പിന്നെ പറയല്. അവളപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്ത് എടുത്തുട്ടോ. ആ സോപ്പ് കണ്ടു. ഇത് കണ്ടപ്പോൾ അവളുടെ ആകെ കിളി പോയി. ഇവർ എന്ത് തരം ഈ കാണിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിക്കരിയും കൂടി കണ്ടപ്പോൾ പിന്നെ അവളുടെ കാര്യം പറയാനുണ്ടോ. അങ്ങനെ പാവം അവളെ ഞങ്ങൾ അങ്ങനെ ഒന്ന് പറ്റിച്ചു കേട്ടോ. പിന്നെ എല്ലാവരും കൂടിയിട്ട് കുറേ നേരം ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് എന്താ ഏതാണെന്നില്ല അങ്ങോട്ട് പറയും എന്നെ ഓരോന്നിരുന്നിട്ട്. പിന്നെ വൈകിട്ടായി നമ്മൾ വീണ്ടും പാടത്തേക്ക് ഇറങ്ങി. ഈ ഒരു പാടത്തേക്ക് ഇറങ്ങൽ ഞങ്ങൾക്കൊരു വൈബ് തന്നെ കേട്ടോ. ഇപ്പോൾ മഴ നല്ല കിട്ടിയോണ്ട് തന്നെ പുല്ലൊക്കെ ഇങ്ങനെ മുളച്ച് ആകെ പച്ചപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആകെ അങ്ങോട്ട് കത്തിക്കരിഞ്ഞ നിലയിൽ വെയിൽ കൊണ്ടിട്ട് അങ്ങനെ അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പം നല്ല രസമുണ്ട് കാണാൻ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു അന്തരീക്ഷം തന്നെയായിരുന്നു. പൂത്തിരി കത്തിക്കൽ പിന്നെയും നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. 2-3 ദിവസമായിട്ടും പൂത്തിരി കഴിയുന്നില്ല. അപ്പം അതങ്ങോട്ട് കത്തിച്ച് തീർക്കാമെന്ന് കരുതിയിട്ട് എല്ലാവരും അതൊക്കെ കണ്ട് ചെയ്തു കേട്ടോ. വിഷുവിന് എത്ര വെറൈറ്റി സാധനങ്ങൾ വന്നാലും നമ്മുടെ ചെറുതിലൊക്കെ കണ്ടിട്ടുള്ളത് നമ്മൾ പാമ്പ് ഗുളികകളൊക്കെ കണ്ടിട്ടുണ്ട്. പാമ്പ് ഗുളിക തന്നെയല്ലേ ഇതിന് പറയും. അപ്പോൾ എനിക്കിത് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇതൊക്കെ വാങ്ങി കുറേ പാമ്പുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വിട്ടുട്ടോ. വലിയ പാമ്പുകളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. പക്ഷെ ആ ഒരു പാമ്പിൻ്റെ പണ്ടത്തെ ആ ഒരു ഇതിന് ഭയങ്കര സ്മെല്ലായിരുന്നു. പക്ഷേ ഈ ഒരു സ്മെല്ലൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ പാമ്പുകളൊക്കെ നീളം വെച്ച് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു.
അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി 2-2.5 മണിക്കൂർ ഇങ്ങനെ കോട്ടി കളിച്ചിട്ടോ. എല്ലാവർക്കും വയ്യാണ്ടായി, കാലൊന്നും അനക്കാൻ പറ്റാത്ത വേദനയായി. കുറേ കാലമായില്ല ഇങ്ങനെയൊക്കെ കളിച്ചിട്ട്. നമ്മളെ ചെറുതിലൊക്കെയാണ് ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കോട്ടി കണ്ടപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കളിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളൊക്കെ തോറ്റ് തുന്നം പാടി കോട്ടി കളിച്ചിട്ടോ നല്ല വെട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനത്തെ കളികളൊക്കെ കളിച്ചിട്ടുണ്ടായിരിക്കും പണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് എത്രത്തോളം ഈ കളികളൊക്കെ അറിയുമെന്നറിയില്ല. പക്ഷേ ഷിയാസിനാണെങ്കിലും ഇങ്ങനെ ഈ ഒരു കളിക്ക് ഇതെങ്ങനെയാണ് കൈ കൊണ്ട് വിടുക എന്നുള്ളതൊന്നും അറിയുന്നില്ല കേട്ടോ. ഏകദേശം ഞങ്ങൾ എല്ലാവരും കൂടെ ടയേർഡായി. അങ്ങനെ എല്ലാവരും കളി നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ കിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വിഷു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും ക്ഷമിക്കുക.